ചാനൽ ഇഷ്ടപ്പെട്ടിട്ടും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് രണ്ടും ചെയ്യണേ. അതുമാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് കമൻറ്റും കൂടി ചെയ്യണം. ഇനി ആകെ ഈ ഒരു ഡ്രാമയിൽ എനിക്ക് തോന്നുന്നത് ഒരു 5, 6, 7 എപ്പിസോഡ് അത്രയേ ഉണ്ടാവുള്ളൂ. അത് നമുക്ക് വേഗം ചെയ്ത് തീർക്കാം. അതിനെയും കാട്ടി മുന്നേ കൊറിയൻ ഡ്രാമ ഇടണമെന്ന് പറഞ്ഞില്ല കൂട്ടുകാരോടാണ് എനിക്കൊരു ചോദ്യമുള്ളത്. കൊറിയൻ ഡ്രാമ തന്നെ ഇടണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡ്രാമ വേണോ? നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ചിട്ടായിരിക്കും നമ്മളിനി മുന്നോട്ട് പോകുന്നുണ്ടാവുക. അപ്പം മറക്കാണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പം ഒന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. അതുകൊണ്ട് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മളെ യുവാനും ടോങ്ങും കൂടിയിട്ട് ഫുഡ് കഴിക്കുന്നതായിരിക്കും. അപ്പം നമ്മളെ യുവാൻ ആണെങ്കിൽ പറയും, നിനക്കൊരു കാര്യം അറിയാം, ആ ഒരു ലൂ ആണെങ്കിൽ സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങാനുള്ള കാരണം എനിക്ക് ആദ്യം മനസ്സിലായിട്ടേ ഇല്ല. പക്ഷേ ഇപ്പം അതെനിക്ക് മനസ്സിലാവുന്ന കാരണം എന്നായിരിക്കും, നമ്മളെ ലൂവിൻ്റെ ഫാമിലി ഭയങ്കര റിച്ച് ആയതുകൊണ്ട് തന്നെ ഓരോ കാര്യത്തിനും നമ്മളെന്ന് പറയുക ഒരു അടിമേനെ പോലെ നിൽക്കേണ്ട വരുമായിരിക്കും. അതുകൊണ്ടായിരിക്കും നമ്മളെ ലൂ ആണെങ്കിൽ വേറൊരു കമ്പനി തന്നെ തുടങ്ങാൻ കാരണം. അതുമാത്രമല്ല അവൻ്റെ കൂടെ ഒരു പെണ്ണ് വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു റിച്ച് ഫാമിലിയിൽ വന്നിട്ട് കഷ്ടപ്പെടേണ്ട എന്നുള്ളൊരു തിങ്കും കൂടി ഉണ്ടാവും. ഇവനാണെങ്കിൽ പറയൂ അന്ന് അവനത് ചെയ്തിടും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേങ്കിൽ ഇപ്പം ആണെങ്കിൽ എനിക്ക് എൻ്റെ ഒരു പെണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ഞാനും ഒരു കമ്പനി തുടങ്ങാൻ പോകുന്നെന്ന് പറയുകയെ അവളാണെങ്കിൽ ഒന്നും മിണ്ടാതെ കാണുന്ന ടൈം ഇവനാണെങ്കിൽ ചോദിക്കുന്നു, എനിക്കിങ്ങനെ അറിയണ്ടേ, എനിക്കിങ്ങനെ ആരെയാ പ്രൊട്ടക്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും, ഇത് ഇത്ര നേരം നീ സംസാരിച്ചത് എനിക്ക് ക്ലിയർ ആയിട്ടില്ല എന്ന് പറയും. സംഭവം നമ്മളെ ടോങ് ആണെങ്കിൽ വിഷയം മാറ്റിയതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആൻസർ ഇവളാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവക്കൊരു തലവേദനയല്ലേ. അതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ ആ ഒരു ടോപ്പിക്ക് വിടുന്നുണ്ടാവും. അത് മാത്രമല്ല ഇവനാണെങ്കിൽ പറയുന്നുണ്ട് അവർക്ക്, ഞാൻ ഒരു പുതിയൊരു കമ്പനി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിന്നെ ആ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുമെന്ന്. നമ്മളെ പെണ്ണി ഇത് കേട്ട പാട് നമ്മളെ പെണ്ണിന് അതായത് നമ്മളെ സയോന് മെസ്സേജ് അയക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ മെസ്സേജ് അയച്ചനോ ഇല്ലേന്ന് ഇപ്പൊ കാണിക്കുന്നില്ല. നമ്മളെ പെണ്ണാണെങ്കിൽ കമ്പനിയിൽ പോകുന്ന ടൈം ആരും അവിടെ ഉണ്ടാവില്ലേ. സംഭവം എന്നായിരിക്കും, ഇവരെ കമ്പനിയുടെ മേലെ എന്തോ ഒരു വിമർശനം വന്നിട്ടുണ്ട് അവർക്ക്. അതും ബാഡ് ആയിട്ടുള്ളൊരു വിമർശനമായിരിക്കും. വിമർശനം എന്ന് വെച്ചാൽ ഞാൻ തന്നെ ബാഡല്ലേ, ബാഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ആ ഒരു കാര്യം നമ്മളെ പാങ് ആയിരിക്കും നമ്മളെ സയോനോട് പറയുന്നുണ്ടാവുക. ഇവർ രണ്ടാളും കൺഫ്യൂഷൻ ആയിരിക്കും. കാരണം ഇത്ര ദിവസം നല്ല രീതിയിൽ പോയൊരു കമ്പനിയിൽ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു വിമർശനം വരുമ്പോൾ ആരായി കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവുമല്ലോ. ഇവർ രണ്ടാളും ആ ഒരു കാര്യത്തിനെ കൊണ്ട് സംസാരിക്കുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ പറയും, ഈ ഒരു കാര്യം നമുക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തേ പറ്റുള്ളൂ, നീ എന്ത് നടപടി വേണമെങ്കിലും എടുത്തോ, നിങ്ങളുടെ IP അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ കണ്ടുപിടിച്ചിട്ട് എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് അത് എൻ്റെ അടുത്ത് വന്നിട്ട് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ സയോ ആണെങ്കിൽ നമ്മളെ ചെക്കനെ കൂട്ടാൻ ഹോസ്പിറ്റലിലേക്ക് പോകുകയെ. ഇതേ ടൈം പാങ് ആണെങ്കിൽ പറയൂ, സയോ എന്തൊരു സ്വീറ്റ് ആണ്, ഇവളും നമ്മളെ ലൂം ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും എന്ന് മനസ്സിൽ പറയുന്നുണ്ട് അവർക്ക്. പക്ഷേ ഈ കുരുപ്പിനെ അറിയില്ലല്ലോ അവർ രണ്ടാളും എപ്പോ ഒന്നിച്ച ആൾക്കാരാണെന്ന്. അതുപോലെ തന്നെ നമ്മളെ പെണ്ണാണെങ്കിൽ ഈ ഒരു കമ്പനിയിലത്തെ പ്രശ്നങ്ങളൊക്കെ ആലോചിച്ച് നടക്കുന്ന ടൈമായിരിക്കും സിന്നാണെങ്കിൽ അവളെടുത്ത് വന്നിട്ട് ഒരു കോൺട്രാക്ട് കൊടുക്കുന്നുണ്ട്. അവ നോക്കുമ്പോൾ എന്നായിരിക്കും 2 ആഴ്ച മുന്നേ ഇവരുമായിട്ട് ഒരു കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത ഒരു കമ്പനി ഉണ്ട് അവർക്ക്. ആ ഒരു കമ്പനി ആണെങ്കിൽ ആ ഒരു കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്തെന്ന് പറഞ്ഞ ഒരു പേപ്പർ ആയിരിക്കും. ഇതും കൂടി കാണുന്ന ടൈം സയോക്കാണെങ്കിൽ 100% ഉറപ്പാകും ആരോ ഒരാൾ നമ്മളെ കമ്പനി കിട്ടിയിട്ട് നൈസായിട്ട് പണിയുന്നുണ്ട് എന്നുള്ള കാര്യം. പക്ഷെ അവളെ തിങ്ക് ഒരിക്കലും മൈക്കിന്റെ പേരിലേക്ക് ഇപ്പൊ പോകുന്നുണ്ടാവില്ല. അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ ഇപ്പൊ ഈ ഒരു കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത ആ ഒരു കമ്പനിയിലെ ആ ഒരു കമ്പനിയിലത്തെ CEO ആയിട്ടുള്ള നമ്മളെ ജീനെ കാണാൻ പോകുന്നുണ്ട് അവർക്ക്. ജീനെ കണ്ടപാട് അവളാണെങ്കിൽ അവളെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പറയും. പക്ഷേ ജീക്ക് ഓൾറെഡി അറിയായിരിക്കും. ജി ആണെങ്കിൽ പറയോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡിസിഷനുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല, ഞാൻ അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കണ്ടെന്ന് അവരോട് പറഞ്ഞതാണ്. പക്ഷേ അവരാരും എൻ്റെ വാക്കുകൾ കേൾക്കൂല, ഇത് കമ്പനി ഡിസിഷൻ ആണെന്ന് പറയുകയെ. നമ്മളെ പെണ്ണാണെങ്കിൽ നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത്, എന്തെങ്കിലും ഒന്ന് തെളിച്ചിട്ട് പറയാമെന്ന് പറയുന്ന ടൈമിൽ ഇയാളാണെങ്കിൽ പറയൂ, എനിക്ക് നിങ്ങളെ കമ്പനി ആയിട്ടുള്ള കോൺട്രാക്ട് ഒരുപാട് ഇഷ്ടമായിരുന്നു, ഭയങ്കര സ്മൂത്തിൽ പോയൊരു കോൺട്രാക്റ്റ് ആണ്. പക്ഷേ എൻ്റെ ഫാദർ ഇൻ ലോ ആണ് എന്നോട് ഈ ഒരു കോൺട്രാക്ട് കട്ട് ചെയ്യാൻ പറഞ്ഞത്, അതിലെനിക്ക് ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ അവിടെ നിന്ന് പോകുന്നുണ്ടാവും. നമ്മളെ പെണ്ണാണെങ്കിൽ ഫുൾ കൺഫ്യൂഷനിലായിരിക്കും. കാരണം എന്തുകൊണ്ടായിരിക്കും, ഒരു റീസൺ വേണ്ടേ, ആ റീസൺ എന്നും അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. പോയവാളെ ഇവളിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവർക്ക്. ഇയാളിപ്പോ പറഞ്ഞ ആ ഒരാളില്ലേ അയാളാണെങ്കിൽ ഇവളെ കാണുന്ന ടൈം എപ്പോഴും ചിരിക്കലുണ്ടാവുമായിരിക്കും. പക്ഷേ ഇത്ര ചിരിച്ചിട്ടും എന്തുകൊണ്ട് ബാക്ക് നിങ്ങനത്തെ ഒരു കളി കളിച്ചെന്ന് ഇവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. ഇതേ ടൈമായിരിക്കും ഒരു കോള് വരുന്നുണ്ടാവുക. സംഭവം എന്നായിരിക്കും, ഇവളെ ടോയ് ഫാക്ടറി ഒരാൾ എടുത്തെന്ന് പറഞ്ഞിട്ടില്ലേ, ആ ഒരാളെന്ന് വെച്ചാൽ ഇപ്പൊ ഇവർ മെൻഷൻ ചെയ്ത അയാളില്ലേ അയാളായിരിക്കും. ഇയാളെ പേരെന്ന് വെച്ചാൽ ബിങ്ഷു എന്നാണ്. നമുക്ക് ഇയാളെ ബിങ്ഷു എന്ന് തന്നെ വിളിക്കാം. നമ്മളെ പെണ്ണിനാണെങ്കിൽ ഈ ഒരു കോളും കൂടി വരുന്ന ടൈം മനസ്സിലാക്കും, ഇയാൾക്കാണെങ്കിൽ പേഴ്സണൽ ഗ്രഡ്ജ് ഉള്ളത് എൻ്റെ മേത്താണ്, വേറെ ആരെ മേത്തുമല്ല, എന്നെ കൊണ്ടാണ് ഇപ്പം നമ്മളെ കമ്പനി തകരാൻ പോകുന്നതെന്നുള്ള കാര്യം. ഇത്ര നേരം നമുക്കൊരു റീസൺ കിട്ടിയിട്ടില്ല, ഇപ്പൊ അവക്കാണെങ്കിൽ ഒരു റീസണും കിട്ടി. അത് മാത്രമല്ല ഇത്ര കാലം ഇവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ടോയ് ഫാക്ടറിന്റെ കാര്യവും കിട്ടി. നമ്മൾ കാണുന്നത് ഈ ഒരു ചെക്കനാണെങ്കിൽ നമ്മൾ സോങ്ങിന്റെ മുത്തശ്ശനെ കാണാൻ വരുന്നതായിരിക്കും. മുത്തശ്ശനാണെങ്കിൽ അങ്ങനെ എല്ലാവരും കാണുന്നതൊന്നും അത്ര ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷേ ഇവനാണെങ്കിൽ
ആരെയോ ഒരാളെ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. മുത്തശ്ശൻ വരുന്നതിനെയും കാട്ടി മുന്നേ അവനാണെങ്കിൽ റെക്കോർഡർ ഓൺ ആക്കിയിട്ട് ആ ഒരു സോഫേൻ്റെ ഉള്ളിൽ വെക്കുന്നുണ്ടാവും. അതിൻ്റെ അർത്ഥം എന്നാ ഇവൻ എന്തോ ഒരു കുരുട്ടത്തരം ഉണ്ട്. അതേ ടൈം മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരിക. സംഭവം എന്നായിരിക്കും, ഒരു ടോയിൻ്റെ പിക്ചർ കാണിച്ചിട്ട് ഇവനാണെങ്കിൽ ചോദിക്കും, നിങ്ങളെ കമ്പനിയിൽ ഇങ്ങനെ ടോയ് ഉണ്ടാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ ഈ ഒരു ടോയിൻ്റെ ചെറിയ ചെറിയ പീസ് എനിക്ക് ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കുക. അതേ ടൈം മുത്തശ്ശനാണെങ്കിൽ അയാളെ സെക്രട്ടറിനെ ഒന്ന് നോക്കിയിട്ട് ഇവനോട് പറയും, നമ്മൾ ഈ ഒരു ടോയിൻ്റെ കാര്യങ്ങളൊക്കെ പാസ്റ്റിലേ വിട്ടതാണ്, ആ ഒരു കാര്യങ്ങളൊന്നും നമ്മളിപ്പം ചെയ്യുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്തു തരാൻ പറ്റൂല എന്ന് പറയേ. നമ്മളെ ചെക്കനും ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവും. അവൻ പോയ പാടി ഈ ഒരു മുത്തശ്ശനാണെങ്കിൽ ആ ഒരു സെക്രട്ടറിനെ ചീത്ത പറയേ. മുത്തശ്ശനാണെങ്കിൽ പറയും, ആ ഒരു കാര്യം നമ്മൾ പണ്ടേ വിട്ടതല്ലേ, പിന്നെ എങ്ങനെയാണ് ഈ ഒരു ചെക്കൻ അത് അറിഞ്ഞത്, ഇതിന്റെ പിന്നിൽ എന്തെല്ലോ കളിയുണ്ട്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് സെക്രട്ടറിനെ ചീത്ത പറയേ. പക്ഷേ നമ്മളെ ചെക്കനാണെങ്കിൽ പോകുമ്പോൾ അവൻ്റെ ഫോൺ എടുത്തിട്ടില്ല, അവനാണെങ്കിൽ ഫോൺ മറന്നു പോയി എന്ന് പറഞ്ഞിട്ട് പിന്നെയും തിരിച്ചു വരുന്നുണ്ട് അവർക്ക്. എന്നിട്ട് അവൻ്റെ ഫോണും എടുത്തിട്ട് പോകും. അവനാണെങ്കിൽ ആ ഒരു റെക്കോർഡ് എടുത്തിട്ട് നേരെ നമ്മളെ സയോൻ്റെ അടുത്തായിരിക്കും വരുന്നുണ്ടാവുക. ഇവൻ്റെ കളിയെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് സയോ ആയിട്ട് ഇവൻ എന്തോ ഒരു ബന്ധമുണ്ടെന്ന്. സയോക്കാണെങ്കിൽ ഇയാളെ ഒരു ഡൗട്ട് ഉണ്ട് അവർക്ക്, ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട് അവർക്കും ഇവളെ അച്ഛൻ്റെ കമ്പനിയിലത്തെ ആ ഒരു ഡോക്യുമെന്റ് പണ്ടുണ്ടായ ഒരു പാറ്റന്റും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഇയാളെ എടുത്തെന്നുള്ള കാര്യം ഒന്നിക്കൽ ഇയാൾ എടുത്ത് അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഇയാൾക്ക് വിറ്റ്, അങ്ങനത്തെ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ടാവും. ഒരു സിന്നിനാണെങ്കിൽ നമ്മളെ ചെക്കനെ ഇഷ്ടമായിരിക്കൂല്ലേ എന്ന ഒരു ജാതി കുശുമ്പുണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു കുശുമ്പായിരിക്കും. അതുകൊണ്ട് തന്നെ സിന്നും ഈ ഒരു ചെക്കനും ആണെങ്കിൽ ഇത്ര ക്രൂഷ്യൽ സിറ്റുവേഷനിലും ഓരോന്ന് പറഞ്ഞിട്ട് തച്ചു മരിക്കുന്നുണ്ടാവും. ആള് കാണാൻ സുന്ദരനാണെങ്കിലും ആളൊരു കോമഡി പീസ് ആയിരിക്കെ. ഇവനാണെങ്കിൽ ഇവളുടെ അടുത്തുനിന്ന് ഒരു റിവാർഡ് വേണമായിരിക്കും. കാരണം നമ്മളെ സയോ ആണെങ്കിൽ സിന്നിനും എല്ലാവർക്കും റിവാർഡും കാര്യങ്ങളൊക്കെ കൊടുക്കും. അതുപോലെ തന്നെ ഇവനാണെങ്കിൽ ഇപ്പൊ ഒരു ഡ്യൂട്ടി ചെയ്തിനല്ലോ, അതിനാണെങ്കിൽ ഇവനും റിവാർഡ് വേണമായിരിക്കും. പക്ഷേ സയോന് കൊടുക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല, സിന്നിനാണെങ്കിൽ തീരെയും താല്പര്യം ഉണ്ടാവില്ല. സിന്നാണെങ്കിൽ ഓരോന്ന് പറഞ്ഞിട്ട് അതിന് ഇടങ്കോലിടുന്ന ടൈം ഇവനാണെങ്കിൽ കരുവേ, സിസ്റ്റർ ഞാൻ നിങ്ങളൊരു സിസ്റ്ററെ പോലെയല്ലേ കണ്ടത്, എന്നാലും എനിക്കൊരു റിവാർഡ് തന്നൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സയോ ആണെങ്കിൽ പറയും, പേടിക്കണ്ട പേടിക്കണ്ട പേടിക്കണ്ട, ഉറപ്പായിട്ട് ഞാൻ നിനക്ക് റിവാർഡ് തരാന്നൊക്കെ പറയുന്ന ടൈം ആയിരിക്കും നമ്മൾ ലു ആണെങ്കിൽ നമ്മളെ പെണ്ണിനെ വിളിക്കുന്നുണ്ടാവുക. അവൻ വിളിക്കുന്ന ടൈമും ഇവനാണെങ്കിൽ നമ്മളെ സയോനെ ഇറിറ്റേറ്റ് ചെയ്തോട് നിൽക്കുന്നുണ്ടാവും. ഫസ്റ്റ് ഒക്കെ നമ്മളെ ലൂന് ഒരു ഡൗട്ട് അടിക്കെങ്കിൽ കൂടി പിന്നെ അവനും മനസ്സിലാകും ഏതോ ഒരു ബഗിടി ഇവളെ സൈഡിലുണ്ട്, അതാണ് ഇങ്ങനെ സൗണ്ട് ആക്കിക്കൊണ്ട് നിൽക്കുന്നതെന്ന്. അങ്ങനെ നമ്മളെ പെണ്ണാണെങ്കിൽ അവിടുന്ന് പോകുന്ന ടൈം സിന് നേരെ നമ്മളെ ചെക്കൻ്റെ അടുത്തേക്ക് വരും. അവ ഓരോന്ന് പറഞ്ഞിട്ട് ഈ ഒരു ചെക്കനെ ഊക്കാൻ എനിക്ക് പോകുന്നുണ്ടാവുക. പക്ഷെ ആ ഒരു ചെക്കനാണെങ്കിലും മൈൻഡേ ആക്കുന്നുണ്ടാവില്ല അവളാ. ടൈം നമ്മളെ ടോങ്ങിനെ നോക്കുന്നതാണെങ്കിൽ അവള് കമ്പനിയിൽ പോകുന്ന ടൈം അവളൊരു കൊളീഗ് ആണെങ്കിൽ അവളുടെ അടുത്ത് വന്നിട്ട് അവളെ പുകഴ്ത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അവർക്ക്. നീ ഈടിയായിട്ട് ഭയങ്കര സുന്ദരിയാന്ന് അങ്ങനെ ഇങ്ങനെ നോക്കാൻ പറഞ്ഞിട്ട്, പശു എന്തിനാ വാല് പൊക്കുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഇവളെന്തിനാ ഇങ്ങനെ പൊക്കുന്നതെന്നുള്ള കാര്യം നമ്മളെ പെണ്ണിന് മനസ്സിലായിട്ടുണ്ട് അവർക്ക്. അവളാണെങ്കിൽ പറയും, പൊക്കാണ്ട് നിനക്ക് എന്ന് ആവശ്യം എന്ന് വെച്ചാൽ അതെൻ്റെ അടുത്ത് പറയാമെന്ന് പറയും. അവളാണെങ്കിൽ പറയും, അത് രാവിലെ ഞാനാണെങ്കിൽ യുവാൻ്റെ അടുത്ത് ഒരു സർട്ടിഫിക്കറ്റ് ഇങ്ങനെ എന്താ പറയാ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, ആ ഒരു സർട്ടിഫിക്കറ്റിൽ എന്തോ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അതെനിക്ക് ഇപ്പോൾ ബോധ്യം വന്നത്, അതെങ്ങനെയെങ്കിലും അവൻ്റെ അടുത്ത് നിന്ന് തട്ടിയെടുത്ത് തരുമെന്ന് ചോദിക്കുക. നമ്മളെ പെണ്ണാണെങ്കിൽ പറയും, നടക്കുകയില്ല, യുവാനാണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, നീ ആ ഒരു കാര്യം മറന്നേക്ക്, ചീത്ത വാങ്ങാൻ തയ്യാറായിക്കോന്നെന്ന് പറയേ. പക്ഷേ ഈ ഒരു പെണ്ണാണെങ്കിൽ പറയും, നിങ്ങൾക്കൊരു കാര്യം അറിയാം, നമ്മളെല്ലാവരും കാണുന്ന ടൈമും യുവാനാണെങ്കിൽ ഭയങ്കര ആംഗ്രിയാണ്, പക്ഷേ നിന്നെ കാണുമ്പോൾ മാത്രം യുവാൻ ഭയങ്കര സ്വീറ്റാണ്, അതിൻ്റെ അർത്ഥം എന്നാൽ അവൻ എന്തോ ഒരു സോഫ്റ്റ് കോർണർ നിൻ്റെ മേത്തുണ്ട്, അപ്പം നിനക്ക് മാത്രം ഇത് പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് പുകഴ്ത്തുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ വീടുന്നുണ്ടാവും. അവളാണെങ്കിൽ പറയും, എന്നെ കൊണ്ട് പറ്റുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെങ്കിൽ ഒരു ട്രൈ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോകും. അങ്ങനെ അവളാണെങ്കിൽ അവൻ്റെ അടുത്ത് പോകുന്ന ആ ഒരു ടൈം തന്നെ ഇവനാണെങ്കിൽ ആ ഒരു ഫയൽ നോക്കുന്നുണ്ട് അവർക്ക്. ഇവളെ കണ്ടപാട് അവനാണെങ്കിൽ പറയും, ആരാണ് ഈ ഒരു ഡോക്യുമെന്റ് ചെയ്തത്, ഈ ഒരു ഡോക്യുമെന്റിലാണെങ്കിൽ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറയേ. നമ്മളെ പെണ്ണാണെങ്കിൽ പറയും, അത് ഞാനാ ചെയ്തത്, അറിയാണ്ടായിപ്പോയതാണ്, ഞാൻ ശ്രദ്ധിച്ചിട്ട് അത് മാറ്റിക്കോളൂ എന്ന് പറയും. നേരം ദേഷ്യം പിടിച്ചിട്ട് സംസാരിച്ച അവനാണെങ്കിൽ ഇവളാണെന്ന് അറിയുന്ന ടൈം ചിരിച്ചുകൊണ്ട് സംസാരിക്കുക. അവനാണെങ്കിൽ പറയും, കുഴപ്പമില്ല, നിന്റെ മേലെ ഞാൻ ഇങ്ങനെ പ്രഷർ തരുന്നുണ്ടോ, അതുകൊണ്ടാണോ നീ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത്, നീ ഇങ്ങനെ പേടിക്കേണ്ട ഒരാവശ്യമില്ല, നീ ചേഞ്ച് ചെയ്താൽ മതി, നിനക്കൊരു അസിസ്റ്റന്റിനെ വേണമെങ്കിൽ അതും ഞാൻ വെച്ച് തരാം എന്നൊക്കെ പറയുന്നുണ്ട് അവർക്ക്. ഇവളാണെങ്കിൽ പറയും, കുഴപ്പമൊന്നുമില്ല, നെക്സ്റ്റ് ടൈം ഒട്ടിട്ട് ഞാൻ ശ്രദ്ധിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിലും അവളാണെങ്കിൽ അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ടാവും. കാരണം ഈ ഒരു ചേഞ്ച് അവൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. എല്ലാവരുടെ ബിഹേവ് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല അവനാണെങ്കിൽ ഇവളുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നുണ്ടാവുക. പണ്ട് ഇവൾ ഈ ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്ത പാട് യുവാൻ
താനാണെങ്കിൽ ഇവിടെ മൈൻഡ് വരെ ആക്കിയിട്ടുണ്ടാവില്ല. ഒരു ചെറിയ മിസ്റ്റേക്കിന് അവളെ ചീത്ത പറഞ്ഞ് എന്താ പറയാ, നമ്മൾ റിസൈൻ ചെയ്യേണ്ട വക്കിലെത്തിക്കുമെന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു വക്കിലെത്തിപ്പിച്ചിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ ഇപ്പം ആണെങ്കിൽ ആ ഒരു മിസ്റ്റേക്ക് വരെ ഇവനിങ്ങനെ എന്താ പറയുക സഹിക്കാൻ പറ്റുന്നുണ്ട്. അവളെ മനസ്സിലാണെങ്കിൽ പറയും ഉറപ്പായിട്ട് ഇവനൊരു മാറ്റം വന്നിട്ടുണ്ട്, അത് എപ്പാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, പക്ഷെങ്കിൽ ഞാൻ ഇനി ഇവനെ കെയർ ചെയ്തേ പറ്റുള്ളൂ എന്ന് അവൾ തിങ്ക് ആക്കുന്നുണ്ട്. അതോട് ഇവളെ സ്വാർത്ഥതയൊന്നും ആയിരിക്കില്ല, ഒരു തരം ഇഷ്ടം ഉണ്ടാവില്ല, ആ ഒരു ഇഷ്ടം. അവളാണെങ്കിൽ ഇതെല്ലാം ആലോചിച്ചിട്ട് ഇവനോട് ഇനി എന്തെങ്കിലും പണിയുണ്ടോ എന്ന് ചോദിക്കുന്ന ടൈം അവനാണെങ്കിൽ പറയും രാത്രി ആണെങ്കിൽ ഒരു പാർട്ടി ഉണ്ട്, ആ ഒരു പാർട്ടിയിൽ നീയും കൂടി എൻ്റെ കൂടെ വരണം എന്ന് പറയേ. അവളാണെങ്കിൽ എല്ലാവരെയും ആ ഒരു പാർട്ടിയിൽ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുന്ന ടൈം അവനാണെങ്കിൽ പറയും ഞാൻ നിന്നെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ, അത് മാത്രമല്ല ഈ ഒരു നെക്ലേസ് കണ്ട അത് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ്, ഒരു ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ട് വരുന്ന ടൈം അതിൻ്റെ കൂടെ ഇതും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്ന് പറയേ. നോക്കുമ്പം ഭയങ്കര പൈസയിലൊരു ജ്വല്ലറി ആയിരിക്കും അത്. ഇവക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാക്കും. അധികമൊന്നും ഇവള് എക്സ്പ്രസ് ചെയ്യുന്നില്ലെങ്കിൽ കൂടി അവൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഇവനാണെങ്കിൽ ഇവക്ക് ഇത് കൊടുത്തേല് ഇവളെയും കാട്ടി സന്തോഷമായിരിക്കും. ഇതേ ടൈം നമ്മളെ ലൂവും സയോ ആണെങ്കിൽ ഒരു ബാറിലേക്ക് വരുന്നുണ്ടാവുമായിരിക്കും. എനിക്ക് തോന്നുന്നത് നമ്മൾ ടോങ്ങും പെണ്ണും വരുന്ന അതേ ബാറിലേക്കാണെന്നാണ്. നമ്മളെ ലൂ ആണെങ്കിൽ അകത്ത് കയറി കുറച്ച് ടൈം കഴിഞ്ഞിട്ടായിരിക്കും നമ്മളെ പെണ്ണ് അകത്ത് കയറുന്നുണ്ടാവും. നോക്കുന്ന ടൈം ലൂവിനാണെങ്കിൽ ഒരു പെണ്ണ് ഫ്ലേർട്ട് ചെയ്തോണ്ട് നിൽക്കുന്നുണ്ടാവുമായിരിക്കും. ഇവനാണെങ്കിൽ മാറി ഇരിക്കും, അവളാണെങ്കിൽ അവൻ്റെ അടുത്തേക്ക് പോയിക്കോണ്ട് നിൽക്കും. നമ്മളെ ലൂവിനാണെങ്കിൽ ഭയങ്കര അൺകംഫർട്ട് ആയിരിക്കും. ഇതും കണ്ടോണ്ടായിരിക്കും സയോ അകത്തേക്ക് വരുന്നുണ്ടാവുക. അവക്കാണെങ്കിൽ ഈ ഒരു സീൻ കണ്ടിട്ട് ചിരി സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. പാവത്തിന് അധികം കഷ്ടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ട് അവളാണെങ്കിൽ ഇവരെ രണ്ടാളെയും നടുക്കിയിരിക്കും. ആ പെണ്ണിനാണെങ്കിൽ ഇവന്റെ ഭാര്യ ഇതൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ ആ പെണ്ണാണെങ്കിൽ നമ്മളെ പെണ്ണിനെ ഇങ്ങനെ ചീത്ത പറഞ്ഞോട് നിൽക്കുന്നുണ്ടാവും. കാരണം അവളെ ഒരു ലൂനെയാണല്ലോ തട്ടിയെടുക്കുന്നത്. അങ്ങനെ വിചാരിച്ചിട്ട് അതേ ടൈം ആയിരിക്കും നമ്മൾ സയോനോടാണെങ്കിൽ ആ പെണ്ണിങ്ങനെ ഡ്രിങ്ക്സ് ചെയ്യാൻ പറയുന്നുണ്ട്. സയോനോടല്ല ലൂനോട് ഇങ്ങനെ ഡ്രിങ്ക്സ് ചെയ്യാൻ പറയുന്നുണ്ടാവുക. ലൂ ആണെങ്കിൽ നമ്മളെ പെണ്ണിനോട് ചോദിക്കുക, അവളാണെങ്കിൽ വേണ്ടാന്ന് പറയൂ. അവനാണെങ്കിൽ പറയും ഇവക്കാണെങ്കിൽ ഞാൻ ഡ്രിങ്ക്സ് ചെയ്യുന്നത് ഇഷ്ടമല്ല, ഇൻ കേസ് ഞാൻ ഡ്രിങ്ക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവളാണെങ്കിൽ എന്നെ കൂടെ കിടത്തൂല, അതുകൊണ്ട് ഞാൻ ഡ്രിങ്ക്സ് ചെയ്യുന്നില്ല എന്ന് പറയേ. അവക്കാണെങ്കിൽ സംഭവം മനസ്സിലായിട്ട് അവളാണെങ്കിൽ ചോദിക്കും ഓ ഇത് നിന്റെ ഗേൾ ഫ്രണ്ട് ആണോ എന്ന് ചോദിക്കുന്ന ടൈം അവർ രണ്ടോടും ഉമ്മ വെച്ചിട്ടാണെങ്കിൽ പറയും ഗേൾ ഫ്രണ്ട് അല്ല, നമ്മളെ കുട്ടികളെ അമ്മയാണെന്ന് പറയും. പിന്നെ ആ പെണ്ണ് അവിടെ ഇരിക്കുന്നുണ്ടാവില്ല, അപ്പാടന്നെ അവിടുന്ന് പോകുന്നുണ്ടാവും. പോയപാട് സയോ ആണെങ്കിൽ അടി ഉണ്ടാക്കുന്നുണ്ടാവും ഒരിക്കൽ. കാരണം ഇത്ര കാലം ഇവന്റെ അടുത്താണെങ്കിൽ ഇവൾ ഉണ്ടായിട്ടില്ലല്ലോ, ഇവൾ ഉണ്ടായിട്ട് തന്നെ പെമ്പിളർ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇല്ലാത്ത ടൈം ഇവനാണെങ്കിൽ ഒരുപാട് പെമ്പിളറുമായിട്ട് ഡേറ്റ് ചെയ്തെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടായിരിക്കും അടി ഉണ്ടാക്കുന്നുണ്ടാവും. പക്ഷെ നമ്മളെ ലൂ ആണെങ്കിൽ ഭയങ്കര ബ്രഹ്മചാരി അല്ലല്ലോ, ഭയങ്കര നല്ലവനായത് കൊണ്ട് തന്നെ അവനാണെങ്കിൽ പറയും നിനക്കൊരു കാര്യം അറിയാം, ഞാൻ ഒരു സിംഗിൾ ഗേളുമായിട്ട് ഇവരെ ഡേറ്റ് ചെയ്തിട്ടില്ല, ആരും എൻ്റെ അടുത്ത് വരാണ്ട് നിൽക്കണ്ടിട്ട് ഞാൻ ബോഡി ഗാർഡിനെ വരെ വെച്ചിന്, ഇതൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും എന്നെ ഒരു ഗേ ആയിട്ടാണ് കണ്ടത് എന്ന് പറയും. അങ്ങനെ ഒരു തച്ച് മരിക്കലെല്ലാം കഴിഞ്ഞിട്ട് രണ്ടും കൂടിയിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. അവർക്ക് പുറത്ത് വന്ന വാട് അവനാണെങ്കിൽ നമ്മളെ പെണ്ണിനെ ഇതുപോലെ പിടിക്കുന്നുണ്ട്. അവർക്കും അവക്കും മനസ്സിലാവുന്നുണ്ട് അവര് പെട്ടെന്ന് എന്നാ സംഭവിച്ചത്. നമ്മളെ ചെക്കനാണെങ്കിൽ പറയും അങ്ങോട്ടേക്ക് നോക്ക് എന്ന് പറയുന്ന ടൈമായിരിക്കും ആ ഒരു മുത്തശ്ശനില്ലേ, സോങ്ങിന്റെ മുത്തശ്ശനും ആ ഒരു ഞാൻ പെണ്ണുമില്ലേ അവളും വരുന്നുണ്ട്. അവർക്ക് അവരെ കൂടെ ആരെല്ലാം ഉണ്ടാവുമായിരിക്കും. അത് കാണുന്ന ടൈമായിരിക്കും നമ്മളെ പെണ്ണിനെ മനസ്സിലാവുന്നുണ്ടാവുക നമ്മളെ ലൂന്റെ കയ്യിൽ ഇങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ട് എന്നുള്ള കാര്യം. സംഭവം വന്നായിരിക്കും ലൂന്റെ കൂടെ പണിയെടുത്ത ആരോ ഈ ഒരു കമ്പനിയിൽ ഈ ഒരു ഹോട്ടലിൽ പണിയെടുക്കുന്നുണ്ട്. അവർക്ക് അവനായിരിക്കും സോങ് ഇന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന കാര്യം നമ്മളെ ലൂനോട് പറഞ്ഞിട്ടുണ്ടാവുക. നമ്മളെ പെണ്ണി ഈ ഒരു കാര്യം ഇപ്പം ആയിരിക്കും മനസ്സിലാക്കുന്നുണ്ടാവുക. ഇതെല്ലാം കാണുന്ന ടൈം നമ്മളെ സോങ് ആണെങ്കിൽ ചോദിക്കും നിന്റെ കൈമിൽ വേറെ നിങ്ങൾ പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കുക. അവനാണെങ്കിൽ പറയും പ്ലാനൊന്നും അധികമായിട്ട് ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല, ആകെ ഞാൻ ഇത്രേ കണ്ടുപിടിച്ചിട്ടുള്ളൂ എന്ന് പറയേ. നമ്മളെ പെണ്ണും ഇനി എന്നാ ചെയ്യുക, എങ്ങനെ ഈ ഒരു മുത്തശ്ശൻ്റെ അടുത്ത് എത്തുക, മുത്തശ്ശൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാലല്ലേ ബാക്കി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ ആലോചിക്കുന്ന ടൈമായിരിക്കും അവിടുന്ന് ഒരു ചെക്കൻ ഇങ്ങനെ വൊമിറ്റ് ചെയ്തോടെ നിൽക്കുന്നുണ്ടാവുക. അവിടെ നിൽക്കുന്ന ഒരു സ്റ്റാഫ് ആണെങ്കിൽ ആ ഒരു ചെക്കനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവർക്ക് നമ്മളെ പെണ്ണും ചെക്കനും അത് നോക്കുന്നുണ്ട്. അവർക്കും പെട്ടെന്നായിരിക്കും നമ്മളെ പെണ്ണിന്റെ മുഖത്ത് ഒരു ചിരി വന്നിട്ട് അവളാണെങ്കിൽ നമ്മളെ ചെക്കനെ നോക്കിയിട്ട് ഒരു പിരികം ഇതുപോലെ പൊന്തിക്കുന്നുണ്ടാവുക. അതിന്റെ അർത്ഥം എന്നാ ഈ ഒരു മുത്തശ്ശനടുത്ത് എത്തേണ്ടിട്ട് നമ്മളെ പെണ്ണിന് എന്തോ ഒരു കുരുട്ട് ഐഡിയ കിട്ടിയിട്ടുണ്ട്. ആ ഒരു ഐഡിയ എന്താണെന്ന് നമുക്ക് നാളെ കാണാം. അപ്പൊ ആ ഒരു കൊറിയൻ ഡ്രാമയുടെ അഭിപ്രായങ്ങൾ മറക്കാണ്ട് ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ അധികം ഒന്നും പറയാണ്ട്